അഴിമതി ആരോപണത്തിന്റെ വാർത്തയാണ് ആദ്യം. റോഡ് സുരക്ഷയുടെ ഭാഗമായി നടപ്പാക്കിയ AI ക്യാമറ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. ആദ്യം പ്രഖ്യാപിച്ച തുകയേക്കാൾ ഉയർന്ന തുകയ്ക്ക് കരാർ നൽകിയത് അഴിമതി ലക്ഷ്യമിട്ടും നിബന്ധനകൾ പാലിക്കാതെയുമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ മുൻനിർത്തി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. 232 കോടി ചെലവഴിച്ച് 736 ക്യാമറകളാണ് സ്ഥാപിച്ചത്. ഇത്ര വലിയ തുക എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. സാധാരണ ക്യാമറകളല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾക്കും അനുബന്ധ സൗകര്യമൊരുക്കാനുമാണ് ചിലവേറിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ മറുപടി. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ വഴി നടപ്പിലാക്കിയെന്നത് പദ്ധതിയുടെ സുതാര്യതയുടെ ഭാഗമാണെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ പദ്ധതിയുടെ കരാറിൽ തുടക്കം മുതൽ തന്നെ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആദ്യം 75 കോടിക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് പിന്നീട് 232 കോടിയിലേക്ക് ഉയർന്നത് എന്നതാണ് ആരോപണം. 75 കോടി രൂപയ്ക്ക് ആരംഭിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി 151 കോടി രൂപയ്ക്ക് കെൽട്രോണിന് കൊടുത്ത കരാറ് 232 ആയത് എങ്ങനെയായി? അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ അല്ല ഇത് ജനങ്ങളെ പിഴിഞ്ഞ് ഈ പണം കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിടണം. ഇല്ല, ഞാൻ പുറത്തുവിടും. കെൽട്രോണിനെ മുൻനിർത്തിയായിരുന്നു അഴിമതി. ഉപകരാർ നേടിയ സ്വകാര്യ കമ്പനികൾക്ക് മുൻപരിചയമില്ലായിരുന്നു. റോഡ് സുരക്ഷ ചൂണ്ടിക്കാട്ടി വൻ അഴിമതി നടന്നെന്ന് രമേശ് ചെന്നിത്തല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗതാഗത വകുപ്പ് സ്ഥാപിച്ച ക്യാമറകൾക്ക് ഇത്തരം സംവിധാനമില്ലെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. പിന്നാലെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ ഗതാഗത മന്ത്രി നിഷേധിച്ചു. വിശദീകരണം കെൽട്രോൺ നൽകുമെന്ന് മറുപടി. ഈ പദ്ധതിയെ സംബന്ധിച്ചതിന്റെ നിർവഹണം, നടത്തിപ്പ്, ഇതിൻ്റെ ടെൻഡറുകൾ ഫ്ലോട്ട് ചെയ്തത് ഇതെല്ലാം കെൽട്രോണാണ്. അവർക്കാനുള്ള അധികാരമുണ്ട്. അതൊരു ഗവൺമെൻറ് ഏജൻസി തന്നെയാണ്. അവരെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടതും കെൽട്രോൺ തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. SRITയുടേത് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനാണെന്ന് കെൽട്രോൺ ചെയർമാൻ നാരായണമൂർത്തി. 236 കോടിയായി ഉയർത്തിയിട്ടില്ല. 9.5 ലക്ഷമാണ് ഒരു AI ക്യാമറയുടെ വില. ആകെ ടാക്സ് അടക്കം 235 കോടി രൂപയെന്ന് 2020 തന്നെ കരാറിൽ ഒപ്പിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കോൺട്രാക്ട് SRITക്ക് കൊടുക്കുമ്പോൾ അതിനനുബന്ധമായ ഉപകരാർ നൽകുന്ന SRIT ആണ്. അതിന് കെൽട്രോണിന് യാതൊരു റോളുമില്ല. ഇത് കൂടാതെ ഈ 128 കോടി രൂപ SRITയുടെ കൂടാതെ കെൽട്രോൺ തന്നെ ഏകദേശം 6 കോടിയോളം ഈ ക്യാമറ അസംബ്ലി സംവിധാനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എന്താണ് ഈ കെൽട്രോണിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രധാനപ്പെട്ട വിശദീകരണം? പ്രധാനമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ 151 കോടി രൂപയായിരുന്ന കരാർ 236 കോടി രൂപയായി ഉയർത്തിയെന്നായിരുന്നു ഒരു ആരോപണം. എന്നാൽ കെൽട്രോൺ ചെയർമാൻ പറഞ്ഞത് നേരത്തെ 121 കോടിയാണ് ഇതിന്റെ കരാറായിരുന്നത്. അതിനുശേഷം ഇതിന്റെ നടത്തിപ്പ്, 5 വർഷത്തെ നടത്തിപ്പ്, അതുകൂടാതെ GST അടക്കമുള്ള തുകയാണ് 132 കോടി രൂപ. അല്ലാതെ 136 കോടി രൂപയായിട്ട് പിന്നീട് ഉയർത്തിയതല്ല. 35 കോടി രൂപ മാത്രം GSTക്ക് മാത്രം കൊടുത്തു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കൂടാതെ ഒരു ക്യാമറയുടെ വില അത് 35 ലക്ഷത്തിന് മുകളിലാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഒരു ക്യാമറയുടെ വില എന്ന് പറയുന്നത് 9.5 ലക്ഷം രൂപയാണ്. ഇത് SRIT, അതായത് കെൽട്രോണിന് 2018 മോട്ടോർ വാഹന വകുപ്പ് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുന്നത്. 2020 കരാർ ഒപ്പിടുന്നു. ആ 2020 കരാർ ഒപ്പിട്ട് ആ കരാർ പ്രകാരം ഉപ ടെൻഡറുകൾ വിളിച്ചാണ് SRIT എന്ന് പറയുന്ന കമ്പനിക്ക് കരാർ നൽകിയത്. അത് സുതാര്യമായിരുന്നു. അതിൽ 4 കമ്പനികളാണ് കരാർ വെക്കാൻ മുന്നോട്ട് വന്നത്. അതിൽ ഒരു കമ്പനി സാങ്കേതിക തികവില്ലാത്തതിനാൽ തള്ളി. ബാക്കി 3 കമ്പനികളിൽ ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്തത് SRIT എന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് SRIT എന്ന കമ്പനിക്ക് നൽകിയത്. SRIT അവർ ഉപകരാറുകൾ നൽകിയത് കെൽട്രോണിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ് കെൽട്രോൺ ചെയർമാൻ പറയുന്നത്. അതായത് ഇന്ന് ഒരു ചെറിയ സംശയം, കെൽട്രോൺ ഇങ്ങനെ ഒരു ഉപകരാർ നൽകുമ്പോൾ അവർ പിന്നീട് ഉപകരാർ നൽകരുതെന്നോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും കരാറിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. ഇവർ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്തരം ക്യാമറകൾ സ്ഥാപിച്ച് അതിന്റെ AI സാങ്കേതിക വിദ്യ കൃത്യമായി പരിശോധിച്ച് അതിന്റെ നടത്തിപ്പ് കെൽട്രോണിന് കൈമാറണം എന്നുള്ള നിർദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ
കെൽട്രോൺ ചെയർമാൻ വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ഉപകരാറുകൾ കൊടുക്കുന്നത് ഒരു പ്രശ്നമല്ല എന്നും SRIT മുൻപ് ഇത്തരത്തിൽ ട്രാഫിക് ക്യാമറകളോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ക്യാമറകളോ സ്ഥാപിച്ച് പരിചയമില്ലാത്ത കമ്പനിയാണ് എന്നുള്ളൊരു ആരോപണവും മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. പക്ഷേ അവർക്ക് അത് കെൽട്രോൺ ചെയർമാനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ നെറ്റ്വർക്കിംഗ് രംഗത്തെ വിദഗ്ധരാണ്. സ്വാഭാവികമായി ഈ ക്യാമറകൾ സ്ഥാപിക്കുമ്പോൾ ക്യാമറകൾ ഏറ്റവും പ്രധാന ഘടകം നെറ്റ്വർക്കിംഗ് ആണ്. ആ നെറ്റ്വർക്കിംഗ് രംഗത്ത് ഇവർ വിദഗ്ധരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗവും അല്ലെങ്കിൽ എല്ലാ ക്യാമറകൾ സ്ഥാപിക്കുന്ന ഒരു കമ്പനിക്ക് തന്നെ കരാർ നൽകണമെന്നില്ല എന്നാണ് ഒരു ന്യായീകരണം. എന്തായാലും ഈ നിലവിൽ നൽകിയ കരാർ സംബന്ധിച്ചുള്ള എല്ലാ സുതാര്യമാണെന്നും കൂടാതെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം കൂടി, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ എന്ന് പറയുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയൊന്നുമല്ല, സാധാരണ ക്യാമറ തന്നെയാണ് എന്നാണ്. ആ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ടോ? അതിൽ പറയുന്നത് ഇതിന് ഈ ക്യാമറ ഏറ്റവും മികച്ച ക്യാമറകളിൽ ഒന്നാണ്. ക്യാമറയുടെ സാങ്കേതിക വിദ്യയും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ നൽകുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള സേവനമാണ്. അതായത് ഓവർ സ്പീഡിൽ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ നിലവിൽ 675 ക്യാമറകൾക്കും കഴിയില്ല. അപ്പോൾ അതിന് നൽകുന്ന വിശദീകരണം അത്തരമൊരു ക്യാമറകൾ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ ടെൻഡറിൽ ഉണ്ടായിരുന്നില്ല. മോട്ടോർ വാഹന വകുപ്പ് മുൻപ് സുപ്രീം കോടതി വിധിപ്രകാരം ഉണ്ടാക്കിയ മാനദണ്ഡം അനുസരിച്ചാണ് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന ക്യാമറകൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഭാവിയിൽ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാൻ വേറെ ക്യാമറ വേണമെന്ന് കരാർ നൽകിയാൽ അത് ചെയ്യും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു നിർദ്ദേശം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ ഈ സ്പീഡ് ഡിറ്റക്ഷൻ എന്ന സംവിധാനം വരാത്തത്. അല്ലാതെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ തന്നെയാണ്. ഒപ്പം ഇതിന്റെ സാങ്കേതിക വിദ്യക്ക് വേണ്ടി മാത്രം ഒരു ക്യാമറയുടെ സാങ്കേതിക വിദ്യയുടെ 5 വർഷത്തെ ലൈസൻസ് ആണ് എടുക്കുന്നത് ഒരു ക്യാമറയ്ക്ക്. അതിനുവേണ്ടി 50,000 രൂപയാണ് ഒരു ക്യാമറയുടെ 5 വർഷത്തെ ലൈസൻസിന് വേണ്ടി മാത്രം നൽകുന്നത്. സ്വാഭാവികമായി അത് ഈ 675 ക്യാമറകൾക്കും അങ്ങനെ ഓരോ 5 വർഷത്തെ ലൈസൻസിന് വേണ്ടി മാത്രം, സാങ്കേതിക വിദ്യയുടെ ലൈസൻസിന് വേണ്ടി മാത്രം നൽകും. കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നത് ഇതിന് പാറ്റന്റ് ഇല്ലാത്ത ഒരു കമ്പനിയാണോ എന്നുള്ള സംശയം വെച്ചിരുന്നു. എന്നാൽ കെൽട്രോൺ ചെയർമാൻ പറയുന്നത് നിലവിൽ പാറ്റന്റ് അല്ല, ഇത് ലൈസൻസ് ആണ് വാങ്ങേണ്ടത്. ആ ലൈസൻസ് ആണ് SRIT വാങ്ങിയിട്ടുള്ളത്. ആ ലൈസൻസ് വാങ്ങിയിട്ടുണ്ട്, അത് ബോധ്യപ്പെട്ടതാണ് എന്നും കെൽട്രോൺ ചെയർമാൻ വിശദീകരിക്കുന്നു. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ്, യുവം 2023, വാട്ടർ മെട്രോ എന്നിവയുടെ ഉദ്ഘാടനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. റോഡ് ഷോയുടെ ഭാഗമായി നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. റോഡ് ഷോയുടെ ദൂരം കൂട്ടി. നാളെ വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെ നാവിക ആസ്ഥാനത്ത് പ്രധാനമന്ത്രി വിമാനമിറങ്ങും. 5:30 നാവിക ആസ്ഥാനത്ത് നിന്ന് യുവം 2023 പരിപാടി നടക്കുന്ന SH ഗ്രൗണ്ടിലേക്ക് റോഡ് ഷോ. BJPയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ 15,000-ഓളം പേർ റോഡ് ഷോയിൽ പങ്കാളികളാകും. വെണ്ടുരുത്തി പാലം മുതൽ തേവര SH കോളേജ് വരെ 1.8 കിലോമീറ്ററായി റോഡ് ഷോയുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചു. 20,000 പേരെ പങ്കെടുപ്പിച്ചുള്ള യുവ 2023 വേദിയിലേക്ക് 6 മണിയോടെ പ്രധാനമന്ത്രി എത്തും. യുവാക്കളുമായി മോദി നേരിട്ട് സംവദിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിഷ്പക്ഷരായ പുതിയ തലമുറയെ ആകർഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. 3/4 മണിക്കൂർ ഇവിടെ ചെലവിട്ടു. ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മൊബൈൽ ഫോൺ മാത്രമാകും കൊണ്ടുപോകാൻ അനുമതി. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നത് കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെ വിന്യാസത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നാളെ കൊച്ചിയിൽ തങ്ങിയ ശേഷം മറ്റന്നാൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫും കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്കാണ് മോദി തുടക്കം കുറിക്കുക. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് 8 ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് ക്ഷണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അന്തിമ സ്ഥിരീകരണം ഇന്ന് വരും. വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് വിവാന്ത ഹോട്ടലും യുവം പരിപാടി നടക്കുന്ന തേവര SH കോളേജിലോ വെച്ചായിരിക്കും പ്രധാനമന്ത്രി ഇവരെ കാണുക.
പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിക്കത്ത് എഴുതിയ കേസിൽ എറണാകുളം കത്രിക്കടവ് സ്വദേശി സേവ്യർ അറസ്റ്റിൽ. ഇയാൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ NJ ജോണിയുടെ പേരിൽ കത്തെഴുതിയതാണെന്ന് പോലീസ് അറിയിച്ചു. കൈയക്ഷരം ശാസ്ത്രീയമായി പരിശോധിച്ചു. സേവ്യറാണ് കത്തിന് പിന്നിലെന്ന് ജോണി നേരത്തെ ആരോപിച്ചിരുന്നു. നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ അയാളുടെ കൈയക്ഷരവും എല്ലാം പരിശോധിച്ചു, സാമ്പിൾ പരിശോധിച്ചു. അയാളുടെ നേരത്തെ പഴയ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിയ സമയത്ത് നമുക്ക് FSLന്റെ തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ പദ്ധതി വിവരങ്ങൾ ചോർന്നത് ഗുരുതര വീഴ്ചയെന്ന് വി മുരളീധരൻ. വിവരങ്ങൾ ചോർന്ന് 24 മണിക്കൂറായിട്ടും സംസ്ഥാന സർക്കാർ മൗനം പാലിക്കുകയാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ഇതിനോടകം നടപടിയെടുക്കേണ്ടതായിരുന്നു. നടപടിയെടുക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിൽ ഇതിനകം തന്നെ അത് ഉണ്ടായേനെ. സർക്കാർ മൗനം തുടരുന്നതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പ് നാഥനില്ല കൽരയായി മാറി എന്നതാണെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. വന്ദേ ഭാരത് ട്രെയിനുകളുടെ ബുക്കിംഗ് ആരംഭിച്ചു. ആദ്യ മണിക്കൂറിൽ തന്നെ 2 ദിവസത്തെ എക്സിക്യൂട്ടീവ് സീറ്റുകളുടെ ഓൺലൈൻ റിസർവേഷൻ പൂർത്തിയായി. 914 ചെയർകാറും 86 എക്സിക്യൂട്ടീവ് ചെയർകാറുമാണ് ട്രെയിനിലുള്ളത്. തിരുവനന്തപുരം കാസർഗോഡ് വരെ 1590 രൂപയാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. ഈ മാസം 28 മുതലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഓൺലൈൻ ബുക്കിംഗ് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ആദ്യ ദിവസങ്ങളിലെ എക്സിക്യൂട്ടീവ് ചെയർകാർ ബുക്കിംഗ് ആദ്യ മണിക്കൂറിൽ തന്നെ പൂർത്തിയായി. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എക്സിക്യൂട്ടീവ് ക്ലാസിന് 2880 രൂപയും ചെയർകാറിന് 1590 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരം ഷൊർണൂർ എക്സിക്യൂട്ടീവ് ക്ലാസ് 1775 രൂപയും ചെയർകാർ 950 രൂപയുമാണ്. തിരുവനന്തപുരം എറണാകുളം എക്സിക്യൂട്ടീവ് ക്ലാസ് 1420 രൂപയും ചെയർകാർ 765 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ് 820ഉം ചെയർകാർ 435 രൂപയുമാണ്. 2 ട്രെയിനുകളുടെ സമയത്തിൽ ഏപ്രിൽ 28 മുതൽ മാറ്റമുണ്ട്. വേണാട് എക്സ്പ്രസ് രാവിലെ 10 മിനിറ്റ് വൈകി 5:25 സർവീസ് ആരംഭിക്കും. പാലരുവി എക്സ്പ്രസിന്റെ കൊല്ലം മുതലുള്ള സർവീസ് 5 മിനിറ്റ് വൈകി രാവിലെ 4:50 കൊല്ലത്ത് നിന്ന് പുറപ്പെടും. ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുന്ന 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു. തിരുവനന്തപുരത്തേക്ക് വരുന്ന മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ് എന്നിവ 23, 24 തീയതികളിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. ഉദ്ഘാടന ദിവസം 7 സ്റ്റോപ്പുകൾ കൂടുതലായി വന്ദേ ഭാരതിന് അനുവദിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 25-ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കൊച്ചി നഗരവുമായി വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുകയാണ് വാട്ടർ മെട്രോയുടെ പദ്ധതി. വാട്ടർ മെട്രോയുടെ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ റിപ്പോർട്ടിലൂടെ. കൊച്ചിയിലെ വിവിധ ദ്വീപുകളെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന സംയോജിത നഗര ഗതാഗത പദ്ധതിയുടെ ഭാഗമാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ അടുത്ത 25-ാം തീയതി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഈ വാട്ടർ മെട്രോ നഗരത്തിലെ കൊച്ചി നഗരവുമായി വിവിധ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് ഈ വാട്ടർ മെട്രോയിലേക്ക് കയറുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൽ ഈ വാട്ടർ മെട്രോയുടെ ഏറ്റവും വലിയ ടെർമിനലാണ് നമ്മളുള്ളത്. ഹൈക്കോടതിയിലാണ് ഈ ഏറ്റവും വലിയ ടെർമിനൽ ഉള്ളത്. ആ ടെർമിനലിൽ എത്തിയാൽ എങ്ങനെയാണ് വാട്ടർ മെട്രോയിൽ കയറുക എന്നതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഏതായാലും ആദ്യം തന്നെ ഈ ടെർമിനലിലേക്ക് എത്തുന്നു. എത്തിയ ഉടൻ തന്നെ നമുക്ക് കാണാം ഇടതുവശത്താണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയാൽ നമുക്ക് ടിക്കറ്റ് ചോദിക്കാം. നിലവിൽ ഇവിടെ നിന്ന് വൈപ്പിനിലേക്കാണ് സർവീസ് ഉള്ളത്. അതുകൊണ്ട് വൈപ്പിനിലേക്കുള്ള ഒരു ടിക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. വൈപ്പിനിലേക്ക് 20 രൂപയാണ് വൈപ്പിനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണും. യഥാർത്ഥത്തിൽ ഈ കൊച്ചി മെട്രോയ്ക്ക് സമാനമായ രീതിയിലാണ് ഈ ടിക്കറ്റ് കൗണ്ടറും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉള്ളത്. 20 രൂപയുടെ ടിക്കറ്റാണ്. കൊച്ചി മെട്രോയുടെ അതേ രൂപത്തിലുള്ള ടിക്കറ്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് AFC ഗേറ്റ് വഴിയാണ് ഇതിനകത്തേക്ക് വാട്ടർ മെട്രോയുടെ ടെർമിനലിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഏതായാലും നമുക്ക് ഇനി ആ ബോട്ട്, എല്ലാവരും കാത്തിരിക്കുന്ന ബോട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ആ ബോട്ട്. ഇതേ രീതിയിൽ വേണം ആ ബോട്ടിലേക്ക് കയറാൻ. പൂർണ്ണമായും ശീതീകരിച്ച നിലയിലുള്ള ബോട്ടാണ്. ഈ ബോട്ട് വളരെ വിശാലമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വിശാലമാണ്. ഒപ്പം മനോഹരമായ കാഴ്ചകളാണ് കൊച്ചി കായലിലുള്ളത്. ആ കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പറ്റാവുന്ന രീതിയിൽ
വളരെ വിശാലമായിട്ടാണ് ഈ ബോട്ട് ഒരുക്കിയിരിക്കുന്നത്. പീക്ക് അവറിൽ 15 മിനിറ്റ് ഇടവേളകളിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വൈപ്പിനിലേക്ക് സർവീസ് ഉണ്ടാവുക. അതിനുശേഷം ഈ 15 മിനിറ്റ് എന്ന സമയം പിന്നീട് മാറ്റും എന്നാണ് അധികൃതർ പറയുന്നത്. ആളുകളുടെ എത്ര പേർ വരും എന്നത് നോക്കിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നാണ്. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 പേർക്ക് ഒരേ സമയം തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും, കാഴ്ചകൾ കാണാൻ സാധിക്കും. പൂർണ്ണമായും ശീതീകരിച്ച രീതിയിലാണ് ഈ വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ ഉള്ളത്. ഈ ബോട്ടുകളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വേലിയിറക്ക സമയങ്ങളിലും ബോട്ടുമായി ഒരേ ലെവലിൽ നിൽക്കാനുതകുന്ന ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഇവയ്ക്കുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. യാത്രക്കാരുടെ എണ്ണം തിട്ടപ്പെടുത്തി സുരക്ഷ ഉറപ്പാക്കാൻ പാസഞ്ചർ കൺട്രോൾ സിസ്റ്റവും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചി മെട്രോ എങ്ങനെയാണോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ സവിശേഷത പുലർത്തുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോയും. വിനോദ് കുമാറിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. ഖാലിസ്ഥാൻ വാദി നേതാവ് അമൃത്പാൽ സിംഗ് പിടിയിൽ. പഞ്ചാബിലെ മോഗയിൽ റോഡുവാലയിലെ ഗുരുദ്വാരയിൽ നിന്നാണ് അമൃത്പാലിനെ രാവിലെ 6:45 പിടികൂടിയത്. അറസ്റ്റല്ല, കീഴടങ്ങുകയായിരുന്നു എന്നാണ് അമൃത്പാൽ അനുകൂലികളുടെ വാദം. ഗുരുദ്വാര സിംഗ് സാഹിബും അവകാശപ്പെടുന്നത് ഇതുതന്നെയാണ്. എന്നാൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമൃത്പാലിനെ പഞ്ചാബിന് പുറത്തേക്ക് മാറ്റാനാണ് നീക്കം. വാരിസ് ദേവ് പഞ്ചാബിന്റെ അറസ്റ്റിലായ പ്രവർത്തകരെ മാറ്റിയ അസമിലെ ദിബ്രുഗഡ് ജയിലിലേക്കാവും മാറ്റുക എന്നാണ് സൂചന. വിമാനമാർഗം അമൃത്പാലിനെ അസമിൽ എത്തിക്കുക. മോഗയിൽ നിന്ന് അമൃത്പാലിനെ രാവിലെ തന്നെ ഭട്ടിൻഡയിൽ എത്തിച്ചിരുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറായതിനെ തുടർന്ന് രോഗിയെ 6ാം നിലയിൽ നിന്ന് ചുമന്ന് താഴെയിറക്കി. ചുമട്ടുതൊഴിലാളികളാണ് രോഗിയെ ചുമന്ന് താഴെ എത്തിച്ചത്. ആശുപത്രിയിലെ 2 ലിഫ്റ്റുകളും തകരാറിലായിട്ട് 1 മാസത്തോളമായി. ഇത് പരിഹരിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. തിരുവനന്തപുരം കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയെ തുടർന്ന് സ്ത്രീ മരിച്ചതായി പരാതി. നെയ്യാറ്റിൻകര സ്വദേശി ചന്ദ്രികയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് ബന്ധുക്കളുടെ ആരോപണം. ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.